ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ് ജയശ്രീ ഗോവിന്ദൻ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എങ്ങനെയാണ് ഇൻഷുറൻസിൽ പേ ഔട്ട് ലഭിക്കുക എന്ന്. എല്ലാവരും ഇൻഷുറൻസ് ചേരാറുണ്ട്. പലർക്കും അറിയാത്ത കാര്യമാണ് ഇൻഷുറൻസിലെ എമൗണ്ട് അല്ലെങ്കിൽ അതിന്റെ തുക നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് എത്ര കാലത്തേക്കുള്ളതാണോ ആ കാലത്തിന് ശേഷം നമ്മൾ അടച്ച തുകയും അതിനോടുള്ള പ്രോഫിറ്റും എല്ലാം കൂടി ചേർന്നിട്ട് നമുക്കൊരു തുക കിട്ടും എന്നുള്ളത്. അത് നമുക്ക് ലംസമായിട്ട് വാങ്ങാൻ സാധിക്കും, അതല്ലെങ്കിൽ നമുക്ക് പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും വാങ്ങിക്കാൻ സാധിക്കും. ഇനി ഇൻ കേസ് നമുക്ക് ഡെത്ത് ആണ് സംഭവിക്കുന്നതെങ്കിൽ ആ ഡെത്ത് ബെനിഫിറ്റിനെ നമ്മുടെ നോമിനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ആ ഡെത്ത് ബെനിഫിറ്റ് നമ്മുടെ ബെനിഫിഷ്യറിക്ക് അല്ലെങ്കിൽ നമ്മുടെ നോമിനിക്ക് ലഭിക്കുന്നതും നമുക്ക് വേണമെങ്കിൽ അതിനെ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കും. അതായത് ഒന്നല്ലെങ്കിൽ ലംസ് ആയിട്ട് ഒരു എമൗണ്ട് കിട്ടുക എന്നുള്ളത്. ഒരാളുടെ ഡെത്ത് സംഭവിച്ച അയാളുടെ കുടുംബത്തിന് ഒരു തുക ലംസമായിട്ട് ഒരു തുക ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. വലിയൊരു തുക മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ചിലപ്പോൾ ദുരുപയോഗപ്പെടാനോ അല്ലെങ്കിൽ നഷ്ടപ്പെടാനോ ഒക്കെ സാധ്യതയുണ്ട്. അതേസമയം അതിനെ ഒരു പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഒരു 10 വർഷത്തേക്കോ 5 വർഷത്തേക്കോ 15 വർഷത്തേക്കോ ഒക്കെ ആയിട്ടുള്ള ചെറിയ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അത് ലഭിക്കുന്നതെങ്കിൽ അതിൽ ആ തുക കൊണ്ട് അവർക്ക് ഓരോ പ്രാവശ്യവും അവരുടെ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം നമുക്കത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മളൊരു നോമിനിയെ വയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ സെറ്റിൽമെന്റ് ഓപ്ഷൻ എന്ന രീതിയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളുടെ കാലശേഷം നമ്മുടെ നോമിനിക്ക് കിട്ടേണ്ട ആ തുകയെ നമുക്ക് സെറ്റിൽമെന്റ് ഓപ്ഷനിൽ ഒരു 5 വർഷം 10 വർഷം 15 വർഷം ഒക്കെ ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടണം എന്നുള്ളത് നമുക്ക് നേരത്തെ ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഒരു തരത്തിൽ നല്ല കാര്യമാണ്. കാരണം ഒരുമിച്ചൊരു തുക കിട്ടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് അത് മാനേജ് ചെയ്യാൻ അറിയില്ലാതെ പോയേക്കാം, ബുദ്ധിമുട്ടായിരിക്കാം. അത് അപ്പോൾ കൈവശം വച്ചുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവാനോ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതിരിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് കൃത്യമായ കാലയളവിൽ ലഭിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയാക്കാം. അങ്ങനെ നമുക്ക് പല ഓപ്ഷനിലും ആ പേ ഔട്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ആജീവനാന്തം നമ്മുടെ ബെനിഫിഷ്യറിക്ക് അല്ലെങ്കിൽ നോമിനിക്ക് ആജീവനാന്തം പെൻഷൻ കിട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ ആക്കാം. ഇതിനെല്ലാമുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് ഒരാളുടെ ജീവിതം തീർന്നാൽ അല്ലെങ്കിൽ ആ കാലാവധി എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ തീരുകയല്ല. അടുത്ത ജനറേഷൻ കൂടെ ഉപയോഗപ്പെടുത്താവുന്ന അല്ലെങ്കിൽ അടുത്ത നമ്മുടെ നോമിനിക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ആ ഒരു സ്കീമിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഈ ഒരു അറിവ് നിങ്ങൾക്ക് വിലപ്പെട്ടതാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.